ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജിഷാസ് ഫ്ലേവേഴ്സ്. ഇന്ന് എളുപ്പത്തിൽ ഒരു ക്യാബേജ് തോരൻ തയ്യാറാക്കാം. അപ്പം അതിനു വേണ്ടിയിട്ട് ഞാൻ ക്യാബേജ് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് 1 മണിക്കൂറോളം ഞാൻ മഞ്ഞൾ വെള്ളത്തിലും ഉപ്പിലും സ്റ്റോക്ക് ചെയ്ത് വെച്ചിരുന്നു. എന്തെങ്കിലും വിഷാംശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാറാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അതിനുശേഷം നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം ഡ്രെയിൻ ചെയ്തെടുത്ത ക്യാബേജാണിത്. ഇനി നമുക്ക് ക്യാബേജ് തോരനിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് ഒരു 1/2 കപ്പ് തേങ്ങ വേണം, ഒരു 2-3 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, ഒരു 3-4 ചെറിയുള്ളി. ഇത് മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. ഈ തോരൻ ഉണ്ടാക്കി തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് സ്റ്റൗ വെച്ച ശേഷം പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കടുക് ഒന്ന് പൊട്ടി തുടങ്ങുമ്പോൾ 1/2 ടീസ്പൂൺ ഉഴുന്നുപരിപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഉഴുന്നുപരിപ്പ് ചേർത്ത് കൊടുക്കുന്നത് ക്യാബേജ് തോരൻ കഴിക്കുമ്പോൾ നമുക്ക് ആ ഉഴുന്നുപരിപ്പ് ഒന്ന് കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ്. അതിനുശേഷം കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത ശേഷം നമ്മൾ ഡ്രെയിൻ ചെയ്ത് വെച്ച ക്യാബേജ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ആവശ്യത്തിനുള്ള ഉപ്പും ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് വെള്ളം ഒട്ടും ഒഴിക്കാതെയാണ് നമ്മൾ വേവിക്കുന്നത്. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം പാത്രം അടച്ചു വെച്ച് ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് ചതച്ച് വെച്ച തേങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം വീണ്ടും പാത്രം അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. തേങ്ങയുടെ ആ പച്ചച്ചവയൊക്കെ ഒന്ന് മാറുന്നത് വരെ കുക്ക് ചെയ്തെടുത്താൽ മതി. ഓവറായിട്ട് ക്യാബേജ് കുക്ക് ചെയ്യരുത്. ഇപ്പം ക്യാബേജൊക്കെ ആവശ്യത്തിന് വെന്തിട്ടുണ്ട്, ഇത്രയും മതി. അവസാനമായിട്ട് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. എളുപ്പത്തിൽ ക്യാബേജ് തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. മറ്റൊരു നല്ല റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്